തിരുവനന്തപുരം വിളപ്പൽശാലയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ നിഷേധം ഉണ്ടായത് ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്ന നിയമസഭയിൽ ആശുപത്രികളിലെ ചികിത്സാ പിഴവും ആരോഗ്യ മേഖലയിലെ ഗുരുതരമായ പ്രതിസന്ധിയും ചർച്ച ചെയ്യണമെന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. 24 ആണ് വിളപ്പൽശാല സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ നിഷേധം എന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, നമുക്ക് കുറേ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നൊരു വാർത്ത തന്നെയാണിത്. പക്ഷേ ആ വാർത്തയിൽ സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കൻ, ഉറപ്പായിട്ടും. കാരണം ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ആരോഗ്യവകുപ്പിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ നമുക്കറിയാം, ഒരു യുവാവ്, അത് ബിസ്മീർ എന്ന് പറയപ്പെടുന്ന യുവാവ്, അദ്ദേഹത്തിന്റെ പുറത്തേക്ക് വന്ന CCTV ദൃശ്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ശ്വാസം കിട്ടാതെയൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, നമ്മൾ ഈ വാർത്ത നൽകുന്നത് ബിസ്മീറിന്റെ ഭാര്യയുടെ പരാതി, അത് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് അടക്കം എത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ്. ഏതായാലും ആ സംഭവം നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൂടി പ്രതിപക്ഷം എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ബിസ്മീറിന്റെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷമാണ് ഈ വാർത്ത പതുക്കെ പുറത്തേക്ക് വരുന്നത്. അക്കാര്യത്തിൽ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, അതിലൊന്ന് ചികിത്സാ നിഷേധം എന്നുള്ളത്. ആദ്യഘട്ടത്തിലേക്ക് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ചികിത്സ കൊടുത്തില്ല. രണ്ടാമത്തേത്, അതിനുശേഷം കൃത്യമായ അസിസ്റ്റന്റ് സൗകര്യത്തോടുകൂടി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തില്ല. മൂന്നാമത്തേത്, ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള മറ്റ് ചർച്ചകളിൽ നമ്മൾ കേട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആശുപത്രിയുടെ ഗ്രില്ലടക്കമുള്ള കാര്യങ്ങൾ പൂട്ടിയിട്ടിരുന്നു എന്നുള്ളത്. അതിന് വിശദീകരണമായി അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും നഴ്സും ഒക്കെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവരുടെ സുരക്ഷ മാനിച്ചുകൊണ്ടാണ് അങ്ങനെ പൂട്ടിയിട്ടത്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമായിരുന്നു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഒരു സെക്യൂരിറ്റി സംവിധാനം ഇല്ലാത്തത് എന്ന്. ഈ വിഷയം തന്നെയാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ നിലവിൽ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് ഈ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ, അതേപോലെ തന്നെ ആരോഗ്യരംഗത്തെ പരിമിതികൾ, ആ പരിമിതികളാണ് പ്രധാനപ്പെട്ട കാരണം കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിസ്മീറിന് നേരെ തന്നെ ആശുപത്രിയിൽ ചികിത്സ കിട്ടുമായിരുന്നു. അതടക്കം പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം അടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം DMO അടക്കം ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ ശേഷം ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും ആശുപത്രി മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയാണ്. പല ഡോക്ടർമാരും ഇത് തുറന്നു പറയുന്ന സാഹചര്യമുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാർ വിളപ്പൽശാല ആശുപത്രി ഇല്ലാതിരുന്നത് അതൊരു പ്രശ്നം തന്നെയാണ് എന്ന് അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ വ്യക്തമാക്കുന്ന ബൈറ്റുകളടക്കം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഏതായാലും ആ വിഷയം ഇപ്പോൾ നിയമസഭയുടെ മുൻപിലേക്ക് കൂടി ഇന്ന് എത്തുകയാണ്. SK, ഈ ഷഫീദെ, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഒരു CCTVയുടെ സമയം പറഞ്ഞ് ഒരു സാധനം എനിക്ക് ആളുകൾ അയച്ചു വന്നു. അപ്പോൾ നമുക്കത് പിഴവ് പറ്റി എന്നുള്ള രീതിയിലാണ് അവിടെ ആരോപണം. മാത്രമല്ല, ആരോഗ്യവകുപ്പിനും അമർഷമുണ്ട്. അതുപോലെ കാട്ടാക്കടയിലെ MLA IB സതീഷും ചില വിശദീകരണങ്ങളുമായി രംഗത്ത് വരുന്നു. നമുക്ക് നയം വ്യക്തമാക്കാൻ എന്താണുള്ളത് ഈ സമയത്ത്? SK, ഇക്കാര്യത്തിൽ, അതായത് സാധാരണഗതിയിൽ ഒരു ചികിത്സാ പിഴവ് വന്ന് നമ്മുടെ മുൻപിലേക്ക് ആ പരാതി എത്തിയാൽ തന്നെ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് എന്താണ് ആ ചികിത്സാ നിഷേധം അല്ലെങ്കിൽ ചികിത്സാ പിഴവ് എന്നുള്ളതാണ്. വിളപ്പൽശാല ആശുപത്രിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ബിസ്മീറിന്റെ ഭാര്യ പറഞ്ഞ CCTVയിൽ മാത്രമാണ് അവർ വളരെ സാധാരണക്കാരായ ഒരു സ്ത്രീയാണ്. അവർക്ക് കൃത്യം സമയം, അല്ലെങ്കിൽ അവർ നമ്മളോട് പ്രതികരിക്കുന്ന, നമ്മളോടക്കമുള്ള മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിക്കുമ്പോഴടക്കം അവർ ആ CCTV ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അവർ പറയുന്ന സമയത്തിൽ മിനിറ്റുകളുടെ വ്യത്യാസമുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ആ CCTVയിൽ നമുക്ക് കൃത്യമായി കാണാം, ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് ഒരു രോഗി, അത് കാഷ്വാലിറ്റിയിലുള്ള ഒരു രോഗി അവിടേക്ക് എത്തുന്നു. അതിനുശേഷം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡെങ്കിലും അവർക്ക് ചികിത്സ വൈകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം, ഈ മെഡിക്കൽ ടൈമിൽ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്നുള്ള റെഫറൻസിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും രോഗിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായാൽ അത് ആ രീതിയിൽ കണക്കാക്കാമെന്നൊക്കെ പറയുന്ന വലിയ ചർച്ചകൾ IMA ഒക്കെ ഒരു ഘട്ടത്തിൽ അവരുടെ സെമിനാറിലൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് നേരം, അതായത് കുറച്ച് മിനിറ്റുകൾ ബിസ്മീറിന് അവിടെ ചെലവഴിക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഡോക്ടറെ വിളിക്കുന്നു, ഡോക്ടർ വന്ന് ഗ്രില്ല് തുറക്കുന്നു, അതിനുശേഷം അകത്തേക്ക് വരുന്നു. പിന്നീട് കുടുംബത്തിന്റെ പരാതിയാണ്. അത്രയും നമ്മുടെ കൺമുന്നിൽ നമ്മൾ ആ CCTVയിൽ കാണുന്നതാണ്. അത് 1 മിനിറ്റ് ആണെങ്കിലും 2 മിനിറ്റ് ആണെങ്കിലും 3 മിനിറ്റ് ആണെങ്കിലും ഒരു രോഗി ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ കാഷ്വാലിറ്റി സ്പേസിലേക്ക്, അതല്ലെങ്കിൽ അവിടേക്ക് എത്തുന്ന ഡോക്ടറുടെ ചികിത്സ കിട്ടുന്ന സ്പേസിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അതൊരു വീഴ്ച തന്നെയായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഇനി രണ്ടാമത്തേതാണ് ഇവരുടെ പരാതി. കുടുംബത്തിന് പ്രധാനപ്പെട്ട പരാതി, കൃത്യമായ നെബുലൈസേഷൻ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തതിന്റെ കാരണമായി പറയുന്നത് ഇവർ ഭാര്യ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ഡോക്ടർ അത് കൊടുക്കാൻ തയ്യാറായത്. മൂന്നാമത്തെ ഒരു ക്രിട്ടിക്കൽ കേസ് എന്ന് കണ്ടിട്ടും ഒരു അസിസ്റ്റന്റോട് കൂടി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഏതായാലും ആ വിഷയത്തിൽ വിശദമായ പരിശോധനകൾ നടക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് അവിടെ ഒരു ചികിത്സാ നിഷേധവും ഒരു ചെറുപ്പക്കാരന്റെ, 2 കുട്ടികളുടെ പിതാവായ ഒരു ചെറുപ്പക്കാരന്റെ മരണവും സംഭവിച്ചിട്ടുണ്ട്. അത് അധികാരികളുടെ മുൻപിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്.
കെ റാവുത്തർ, നമുക്കിതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചികിത്സ സമയത്ത് കിട്ടാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. നമുക്കിതിനകത്ത് വാദപ്രതിവാദങ്ങൾ നടത്താനൊന്നും നമ്മളില്ല. അതേസമയം ഈ സർക്കാരിനും IMAയ്ക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ്. ഇതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ, ആശുപത്രിയിൽ സമയത്ത് ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടില്ലേ, ഇതൊക്കെയുള്ള കാര്യം. കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ എല്ലാമായിട്ടുള്ള ഒരാളെയാണ്. അവർക്കിനി ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ മനുഷ്യൻ തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരാളിൻ്റെ വിയോഗമാണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ വാദപ്രതിവാദങ്ങൾ നടത്തുന്ന ആളുകൾ പരിഗണിക്കണം എന്നുകൂടി എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ എന്നെ കുറ്റം പറഞ്ഞു എന്ന രീതിയിൽ വകുപ്പ് മന്ത്രി പോലും ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.